നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഇൻകംപ്ലീറ്റ് ഫിഗേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഡെഫിനീഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഞാൻ നോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ദെൻ ബാലൻസ് ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ദെൻ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വരും കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് ഉഷാറായിക്കേ, ഒരു തംസപ്പ് കിട്ടേ. എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് ഒക്കെ ഇട്ട് ഉഷാറാക്കിക്കേ ചാറ്റ് ബോക്സ്. നോക്കട്ടെ. ഓക്കെ, എവിടെ? ഓക്കെ, യെസ്, ക്ലിയർ ആക്കി തരും. ആദ്യമായിട്ടാണോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് ശ്രീലക്ഷ്മി? ക്ലിയർ ആക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആക്കി തരും കേട്ടോ. എന്താണെങ്കിലും ക്ലിയർ ആയിട്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണല്ലേ? ഉഷാറായിട്ടാണ് എല്ലാവരും ചാറ്റ് ബോക്സിൽ കമൻസ് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇനി ക്ലാസ്സിലേക്ക് പോവാം അല്ലേ? നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. കുറച്ച് പിള്ളേരെങ്കിലും പുതിയതായിരിക്കും അല്ലേ? അപ്പോൾ അവർ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എങ്കിലാണ് നമുക്ക് മിസ്സിന് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പോവാം സെക്ഷനിലേക്ക്. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 20 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ ബാക്കി തുടങ്ങിയാണ് കേട്ടോ ഈ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യണത്. ദെൻ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ 21 എന്നിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വേഗം വേഗം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ക്ലാസ് മിസ് ചെയ്തവർ പറയുക, എങ്കിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വൃത്തിയായിട്ട് തരാൻ പറ്റുള്ളൂ. അല്ലാത്തവരെല്ലാവരും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഈ നെയിംസ് ഒക്കെ എനിക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, അപ്പം വേഗം വേഗം ആൻസർ ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഈസി അല്ലേ? യെസ്, ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈസി അല്ലേ ഈ ക്വസ്റ്റ്യൻസ്? യെസ് യെസ്, പോരട്ടെ. യെസ്, ചെയ്യുന്നുണ്ട് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് പറയാം. ചില കുട്ടികളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പം അവർക്ക് വേണ്ടിയിട്ട്. ശ്രീലക്ഷ്മി എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്? ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്തായിരുന്നു നമ്മൾ ഇൻകംപ്ലീറ്റ് ഫിഗർ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതോ? അതായത് ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് തരും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അത് ഏത് ഓപ്ഷനിലാണ് കറക്റ്റായിട്ട് ഉണ്ടാവുക എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു പോർഷൻ തന്നിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെ ഈ ഫിഗർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫിഗർ കംപ്ലീറ്റ് ആക്കിയിട്ട് വരയ്ക്കണം. കംപ്ലീറ്റ് ആക്കിയിട്ട് വരയ്ക്കുമ്പോൾ ഏത് ഓപ്ഷനിലായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഉള്ളതെന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇത് വരാം? ഓക്കെ, ഈ ഫിഗർ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഈ ഒരു ആൻസറിൽ? ഇങ്ങനെയല്ലേ ഇതിൻ്റെ ബാക്കി പോർഷൻ വരാം. ഇതിനിങ്ങനെ ഒരു ഫിഗർ എവിടെയോ കാണാം. അതായത് ഇവിടെ ഒരു വര വേണം, ദെൻ ബാക്കിയുള്ള ഈ പോർഷൻ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് വൺ ഈ ആൻസർ കറക്റ്റ് ആണോ? ഇല്ല, താഴത്തേക്കാണ്. ഇവിടെ ഈ ഒരു സംഭവം നമുക്ക് എവിടെ വേണ്ടത്? ഈ പോർഷനിലാണ് അല്ലേ വേണ്ടത്? അപ്പോൾ ഇത് എവിടെയാണ്? മേളിലോട്ടാണ്. ഡയറക്ഷൻ റോങ് ആണ്. അപ്പോൾ എ അല്ല ആൻസർ നമുക്ക് മനസ്സിലായി. ദെൻ ഡയറക്ഷൻ, ഇതിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് ആണ് അല്ലേ? പിന്നെന്താ, ഇവിടെ ഒരു വരയും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്നുള്ളത് കിട്ടിയല്ലേ ഇതിനകത്തുനിന്ന്? ഓപ്ഷൻ ബി ആണ്. ഈ ഓപ്ഷൻ സി ആണെങ്കിലും ഓപ്ഷൻ ഡി ആണെങ്കിലും റോങ് ഡയറക്ഷൻ ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഒരുവിധം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ചിലവരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടില്ല കമൻസ്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ,
ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പുതിയ കുട്ടികളായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ക്വസ്റ്റ്യൻ നമ്പർ 22ലും ഒരു ഹൈഡ് ചെയ്തിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ ഈ ഫിഗറിന്. ദെൻ ആ ഭാഗം എവിടെയാണ് ഓപ്ഷനിൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുക? വേഗം വേഗം കമന്റ് ചെയ്തോളൂ കേട്ടോ. ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുക? ക്വസ്റ്റ്യൻ നമ്പർ 22ലെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഫിഗറൊക്കെ നന്നായി നോക്കിയിട്ട് വേണം കേട്ടോ ആൻസർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, എന്താണ് ആൻസർ ഒന്നും പോരല്ലോ? ഇത്രയും കുട്ടികളല്ലല്ലോ ഉള്ളത്. എന്താണ് എല്ലാവരും ആൻസർ ചെയ്യുന്നില്ലേ? കിട്ടാനിട്ടാണോ? ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നല്ലേ? ദെൻ ദെൻ നമുക്ക് പോവാം. എങ്ങനെയാണിത് ചെയ്യാന്നുള്ളത് നോക്കല്ലേ? ഒരു ഇത് എല്ലാവർക്കും കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ഇതെങ്ങനെന്തായിരിക്കും? ഇതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഇതിങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ദെൻ ഇങ്ങനൊരു ലൈനും കൂടി ഉണ്ട് അല്ലേ? അപ്പം ഈ ഒരു പൊസിഷൻ എവിടെയായിരിക്കും? നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോഴേ ഉണ്ട് അല്ലേ? ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിനൊരു ലൈനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? നമ്മൾ വേറെയുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ബി അല്ല എന്നുള്ളത് കിട്ടി, കാരണം ഇത് ഇങ്ങനെ ഒരു ഫിഗർ ആണ് അല്ലേ? ആ ഒരു ഫിഗർ അല്ല നമുക്ക് വേണ്ടത്. ദെൻ ഓപ്ഷൻ സി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ഇതുമല്ല. ഓപ്ഷൻ ഡി ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഓപ്ഷൻ ഡിയും അല്ല. ദെൻ ഓപ്ഷൻ എ ആയിരിക്കും അല്ലേ റൈറ്റ് ആയിട്ടുള്ള ആൻസർ? നമുക്ക് ആദ്യം തന്നെ കിട്ടി, പക്ഷെ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്താണ് അല്ലേ ബാക്കിയുള്ള ഓപ്ഷൻസ് വേറെ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇപ്പോൾ ഒരു ഇതെല്ലാവർക്കും കിട്ടിയിരുന്നു ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഈസിയുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വേഗം കണ്ടുപിടിച്ചോളൂ കേട്ടോ. 23, ക്വസ്റ്റ്യൻ നമ്പർ 23യുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 23 വേഗം വേഗം കണ്ടുപിടിച്ചോളൂ കേട്ടോ. ഓക്കെ, വേഗം വേഗം ചെയ്തോളൂ. കിട്ടുന്നുണ്ടോ? എവിടെ ആൻസേഴ്സ് ഒന്നും ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ. എന്താണ് ഇതിന്റെ കിട്ടുന്നില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 23. ക്വസ്റ്റ്യൻ നമ്പർ 23. ഒന്നും കൂടി നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ആൻസർ ചെയ്യാനായിട്ട്. ഒരുവിധം എല്ലാവരുടെയും ശരിയാവുന്നുണ്ട്, പക്ഷെ ചില ആൻസേഴ്സ് ഒക്കെ ഞാൻ റോങ് ആയിട്ട് കാണുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് കിട്ടിയോ? ഇടയ്ക്ക് എലിസബത്ത് റാണി ജസ്റ്റ് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ആൻസർ പറയണേ, കാരണം ചിലരുടെയൊക്കെ ആൻസർ റോങ് ആവുന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറയാനുള്ള ധൃതിക്ക് നിങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഓപ്ഷൻ പറയുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കറക്റ്റ് ആൻസർ പറയാം കേട്ടോ. ഓപ്ഷൻ ബിയോ ജസ്റ്റ് ഒന്ന് നോക്കൂ, ക്രോസ് ചെക്ക് ചെയ്യൂ. കൃഷിവ്. ഓക്കെ, പുതിയ കുട്ടിയാണോ നിങ്ങളൊക്കെ? കൃഷിവ്. ഓക്കെ,
ദെൻ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരയ്ക്കാം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യാം, ഈ വിട്ടുപോയ ഭാഗം നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലേ. ഈ ഭാഗം നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഇത് ഇത്രയും ഭാഗം ഓക്കെ, ഇവിടെ ഇത്രയും ഭാഗം കംപ്ലീറ്റ് അല്ലായിരുന്നു അല്ലേ, ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ദെൻ എവിടെയാ, ഇവിടെയും ഇത്രയും ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കി. ദെൻ എന്താ ഉള്ളത്, ഇവിടെ നിന്നൊരു വരയും കൂടി ഉണ്ട് അല്ലേ അല്ലേ. ഇപ്പോഴല്ലേ ഈ ഫിഗർ കംപ്ലീറ്റ് ആയത്, നിങ്ങൾക്ക് കാണാമോ? ഒന്നും കൂടി ഡാർക്കനാക്കി വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് കാണാമെന്ന്. ഓക്കെ, ഇപ്പോഴല്ലേ ഈ ഫിഗർ കംപ്ലീറ്റ് ആയതോ? ഓക്കെ, ഇനി ഈ പോർഷൻ എവിടെയാണ്, ഈ റെഡ് കൊണ്ട് വരച്ചിരിക്കുന്ന പോർഷൻ എവിടെയാണ് നമ്മളുടെ ആൻസർ ഫിഗറിലുള്ള എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണോ? അല്ല, ഓപ്ഷൻ എയിൽ ഇങ്ങനെയല്ല അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ, ഇത് ഇങ്ങോട്ടല്ലേ വന്നിരിക്കുന്നത്. ഈ വി പോർഷൻ നമുക്ക് എവിടെയാണ് വരേണ്ടത്, ഇങ്ങനെയാണല്ലേ വരേണ്ടത്. അപ്പം ഓപ്ഷൻ എ അല്ല ആൻസർ. ദെൻ ഓപ്ഷൻ ബി ആണോ ആൻസർ? ഇല്ല, ഇതും ഡൗൺ പോർഷനിലേക്ക് ഇവിടെയാണ് ഈ ഒരു വി പോലെ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എവിടെയാണ് വേണ്ടത്, ഈ പോർഷനിലാണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി അല്ല ആൻസർ. അപ്പം ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, ഓപ്ഷൻ സി എങ്ങനെയാണ്, ഇവിടെയാണല്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ, ഈ വശത്തേക്കല്ലല്ലോ വേണ്ടത്, ഇങ്ങടല്ലേ. അപ്പം ഓപ്ഷൻ സിയും അല്ല ആൻസർ. ദെൻ ബാക്കി ആരാ ഉള്ളത്, ഓപ്ഷൻ ഡി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. യെസ്, ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു വി ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു വരയുണ്ട്, ദെൻ ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കുറേ പേർക്ക് കിട്ടി, കുറച്ച് പേർക്ക് തെറ്റിച്ചു. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാത്തതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. ഇത് നന്നായിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം പറയുക കേട്ടോ. ഇത് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം കാണുമ്പോൾ വളരെ ഈസിയാണ്, പക്ഷെ ചെക്ക് ചെയ്യുക. ഇതിന് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, വേഗം ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 24 ഏതാണ് ആൻസർ എന്നുള്ളത് വേഗം കമൻറ്റ് ചെയ്തോളൂ. യെസ്, നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിയിൽ ഈ പറഞ്ഞ ഫുൾ ക്വസ്റ്റ്യൻസും ഫിഗേഴ്സാണ് കേട്ടോ. അപ്പം ഫിഗർ അല്ലാണ്ട് നമുക്കൊന്നും എടുക്കാനില്ല. മെൻ്റൽ എബിലിറ്റിയിൽ ഫുൾ ഫിഗേഴ്സാണ്, പക്ഷെ 10 ഭാഗങ്ങളായിട്ട് ഡിഫറെൻറ്റ് ഫിഗേഴ്സാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, കുറേ പേർക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഒന്നും കൂടി ചെക്ക് ചെയ്യോ സുജിത, ഇതെന്താണ് ആൻസർ? ഇങ്ങനെ ഏതാണ് ഓരോ ഓപ്ഷൻ അല്ലേ, എല്ലാ ഓപ്ഷനും ഒരുമിച്ചാണോ എഴുതുക? ഓർ ബി, മറ്റേ ഓപ്ഷൻ എല്ലാം എഴുതിയിട്ട് ഇതിലേതെങ്കിലും എന്നുള്ളത് അപ്ലിക്കബിൾ അല്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറയാ കറക്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതല്ലേ ഇതിന്റെ അർത്ഥം. ഇതല്ലെങ്കിൽ ഇത് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നുള്ളത് മിസ്സിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ആരായിരുന്നു നമ്മൾ, സുജിത യെസ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറയാ കേട്ടോ. ഇതല്ലെങ്കിൽ ഇത് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു, ഇവിടെ പറ്റില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുവിധം കിട്ടി എന്നുള്ളത്. ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഞാൻ ആരെങ്കിലും ആൻസർ പറയാനുണ്ടോ? ബാക്കി ഞാൻ ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? എല്ലാവരുടെ ആൻസർ കഴിഞ്ഞല്ലേ? ഓക്കെ, ആൻസർ ചിലരൊക്കെ തെറ്റിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നതെന്നല്ലേ. അപ്പം ഇവിടെ കണ്ടോ ഒരു ഡാർക്കൺ പോയിന്റ്, ഇവിടെ ഒരു ഡാർക്ക് അല്ലേ, ബ്ലാക്ക് ഡാർക്ക്. ദെൻ അത് ഈ സൈഡിലോട്ടാണ്, ഈ ഡയറക്ഷനിലോട്ടാണ്. ദെൻ ഇത് ഇങ്ങനെ ഒരു വരയായിട്ട്, പിന്നെ ഇവിടെ ഒരു ഡോട്ട് ഉണ്ടല്ലേ, ഡാർക്കൺ ഡോട്ട്. യെസ്, തോന്നുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ
ഡോട്ട് ഉള്ളത്. അതേപോലെ തന്നെ എന്താണ് ഇതിനകത്ത് അല്ലേ, ഇതിനകത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ ഡോട്ട് വന്നിരിക്കുന്നത്. ഇത് രണ്ടും ഫേസ് ചെയ്തിട്ട് അല്ലേ, ഇവിടുത്തെ ഡോട്ടും ഈ ഡോട്ടും ഈ ഡോട്ടും പരസ്പരം ഫേസ് ചെയ്തിട്ടും ഈ ഡോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ. അപ്പം അടിയിലെയും എങ്ങനെയായിരിക്കണം, ഇതേപോലെ ആയിരിക്കണമല്ലോ. അപ്പം എങ്ങനെയായിരിക്കും അത് വരിക? അപ്പം ഇവിടെ ഓൾറെഡി ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡോട്ട്സും മറ്റേതിൻ്റെ ഡോട്ട്സും എങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കണം, അതായത് ഒരു പോർഷൻ ഓപ്പോസിറ്റും ആയിരിക്കണം, ഒരു പോർഷൻ എന്തായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. നോക്കാം. ദെൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കാം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇതിൻ്റെ ഏത് സൈഡിലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓപ്പോസിറ്റ്. ഇത് കണ്ടോ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഈ സൈഡിലായിരിക്കണം എന്ത് വരിക, ആ ഡാർക്ക് ഡോട്ട് വരിക അല്ലേ. ഇവിടെ എന്താണ് ഈ സൈഡിൽ. അപ്പം ഇത് രണ്ടും എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സെയിം സൈഡിലല്ലേ ഇതിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെയും സെയിം സൈഡിലായിരിക്കണം വരണ്ടാവുക അല്ലേ. അപ്പോൾ ഏത് ഓപ്ഷനായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക? ഓപ്ഷൻ ഓരോന്ന് നോക്കുമ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും ഇതിന് സിമിലർ ആയിട്ടുണ്ടാവുക? ഓപ്ഷൻ എ അതിന് സിമിലർ ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇതൊരു ഫോണിൻ്റെ അല്ലേ, ഇതല്ല, ഇത് രണ്ടും സെയിം സൈഡിലായതുകൊണ്ട് ഇതല്ല ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? കുറച്ച് പേർക്ക് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് തെറ്റിച്ച് കാരണം എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു ഫിഗറിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്യുക കേട്ടോ. വേഗം കയറി ആൻസർ ബബിൾ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ബബിൾ ചെയ്യുന്ന ഓരോ ആൻസറിലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം നിങ്ങൾ ചാടി കയറി ബബിൾ ചെയ്യുന്നതിന് പകരം ഒരു മിനിറ്റ് ആലോചിക്കുക, ആ ഒരു ഫിഗർ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അപ്പം എന്താണ് അതിനകത്ത് ഇതായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഡീപ്പ് ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മെൻ്റൽ എബിലിറ്റിയിൽ കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾ എല്ലാവരും ശരിയാക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 25. എല്ലാവരും ഇത് ശരിയാക്കണേ. നോക്കട്ടെ ആരൊക്കെ എത്ര പേര് ഇത് ശരിയാക്കും നോക്കണ്ടേ. അതേ ക്ലാസ് 6:45 തുടങ്ങി 7:45 വരെയാണ് ക്ലാസ്. എന്താണ് എല്ലാവർക്കും ഒരു ഡൗട്ട്? ഞാൻ ഓൾറെഡി അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എന്താണ് ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ഇത്ര ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നത്? ഓക്കെ, അപ്പോൾ അടുത്തിലേക്ക് വന്നിട്ടുണ്ട്. വേഗം ആൻസർ ചെയ്തോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയണേ. ഒന്നും കൂടി സൂക്ഷിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞു ഡീപ്പ് ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്തുനിന്ന്. ഒന്നും കൂടി സൂക്ഷിച്ച് ചെയ്തോളൂ കേട്ടോ. എല്ലാ ഓപ്ഷനും ഇതിനകത്ത് ഇപ്പം ഞാൻ കാണുന്നുണ്ട് നിലവിൽ. അപ്പോൾ ഒന്നും കൂടി ഡീപ്പ് ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ഫിഗർ നന്നായി ഒബ്സർവ് ചെയ്യുക. ദെൻ അതിന് ശേഷം ആൻസർ ഫിഗറിലേക്ക് വരാം. ദെൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേഗം പറഞ്ഞോളൂ. അതിൻ്റെ ആ ഒരു ഡോട്ട് വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലോ ഇപ്പം ഇതിനകത്ത്. ഇതെന്താ സംഭവം? ഓക്കെ, അലൻ റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, ദെൻ ഓപ്ഷൻ നിങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ പറയാം കേട്ടോ. തെറ്റിച്ച ആൻസർ പറയാതിരിക്കുക, മാക്സിമം ശ്രമിക്കാം. മനസ്സിലാവാത്ത ഓക്കെ. മഞ്ജു അജീഷ് പുതിയ കുട്ടിയാണോ? ഒന്നും കൂടി ഒബ്സർവ് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്കാണോ ഒരുവിധം നമ്മുടെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പുതിയ കുട്ടികൾക്കാണോ ഈ ഒരു കൺഫ്യൂഷൻ വരണേന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, പിന്നെ എന്തായാലും നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഗംഗ ഗോപിനാഥൻ ആൻസർ ഒന്നും കൂടി ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക എന്നുള്ളത്.
ഇതെന്താണ്, ഇതിൻ്റെ പകുതി ഭാഗം ഇല്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ. പകുതിയല്ല, ഒരു ഭാഗം, 4/1 ഭാഗം ഇല്ല ഇതിനകത്ത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്കി കൂട്ടി യോജിപ്പിക്കാം. അങ്ങനെയല്ലേ ഇതിൻ്റെ ബാക്കി വരുന്നത്. യെസ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പോർഷനും കൂടി നമ്മൾ വരയ്ക്കാനുണ്ട് അല്ലേ. യെസ്. അപ്പം ഇത് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ പൊസിഷനും ഇങ്ങനെയാണ് അല്ലേ. ഇത് കണ്ടോ, ഇതിൻ്റെ പൊസിഷനും ഇങ്ങനെയാണ്. അപ്പം ഇങ്ങോട്ട് ഏത് സൈഡിലേക്കായിരിക്കണം ഈ ഒരു കൊമ്പ് പോലെ ഒരു സംഭവം അല്ലേ, എന്താ പറയുക, പ്രാണികൾക്കൊക്കെ നമ്മൾ കാണുന്ന പോലെ അല്ലേ. അപ്പം ഇത് ഇങ്ങോട്ടല്ലേ വരാം. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയെന്ന്. അപ്പം ഇതല്ലേ ഇതിൻ്റെ കംപ്ലീറ്റ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പം കംപ്ലീറ്റ് ഫിഗർ ഇതാണ്. അപ്പം ഈ ഫിഗറിൻ്റെ ഈ പോർഷൻ എവിടെയാണ് ഇതിനകത്ത് എന്നുള്ളത് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ കണ്ടോ, ഈ ഒരു പോർഷൻ ഇവിടെ റോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ വരില്ല ആൻസർ അല്ലേ. ദെൻ ഓപ്ഷൻ ബിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു W പോലെ ഒരു സിംബോളാണല്ലേ ഉള്ളത്. യെസ്, ഇവിടെയും W പോലെ ഉണ്ട്. ദെൻ ഇവിടെ ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരുന്നു. ദെൻ ഇത് ഉള്ളിലേക്കാണ്. ഓപ്ഷൻ ബി അല്ലേ ഇതിന് സിമിലർ ആയിട്ടുള്ളത്. യെസ്, ഓപ്ഷൻ ബി ആണ് ഇതിന് സിമിലർ ആയിട്ടുള്ളത്. ഓപ്ഷൻ സി പലരും തെറ്റിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓപ്ഷൻ സി ആണ് ഞാൻ ഇതിനകത്ത് കൂടുതലും കണ്ടത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കേർവ്ഡ് ആയിട്ടുള്ളൊരു ഷേപ്പാണല്ലേ ഇവിടെ ഇങ്ങനെ. അതല്ലാണ്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഇങ്ങനെ എൻഡ് ചെയ്യുന്ന ഒരു കോർണേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്, ആ ഒരു കോർണർ ഉണ്ട്. അപ്പം അത്രയും നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പം ഈ ഒരൊറ്റ കോർണർ ഉള്ളത് കൊണ്ടാണ് എന്തായത്, ഇത് റോങ് ആൻസർ ആയത്. ഓക്കെ, ഇത് പിന്നെ ഈ ഒരു സൈഡ് തന്നെ റോങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതല്ല ഇതിൻ്റെ ആൻസർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരുവിധം എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട് ഓപ്ഷൻ ബി. ബട്ട് കുറേ പേരൊക്കെ എന്താണെന്ന് അറിയില്ല തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു തെറ്റിച്ചവർക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നും. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 26. ക്വസ്റ്റ്യൻ നമ്പർ 26 വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ വേഗം ചെയ്തോളൂ. ഇതാരും തെറ്റിക്കരുത് കേട്ടോ. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ മോശം. അപ്പോൾ നിങ്ങൾ ഇതാരും തെറ്റിക്കല്ലേ, വേഗം ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 26. ക്വസ്റ്റ്യൻ നമ്പർ 26 വേഗം ചെയ്തോളൂ. ചെയ്തു തുടങ്ങിയോ? യെസ്. ഓക്കെ, ഇതുവരെ എല്ലാവരും കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. വെരി ഗുഡ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക് ഇതും കൂടിയാണ്, ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ കഴിഞ്ഞല്ല. എന്ത് പറ്റി? ഇത് മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ല എന്താണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കി ഭാഗം അല്ലേ. വേഗം വേഗം ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, ശ്രീലക്ഷ്മി ഏത് ക്വസ്റ്റ്യൻ്റെ ആണ് ആൻസർ പറയുന്നത്? ശ്രദ്ധിച്ച് ചെയ്തോളൂ. ഓക്കെ, ദെൻ നമുക്കിനി ആൻസറിലേക്ക് പോയാലോ. എങ്ങനെയാണ് ആൻസർ? എല്ലാവരുടെയും തീർന്നു? എല്ലാവരും കണ്ടുപിടിച്ച് കഴിഞ്ഞോ? എല്ലാവരും കണ്ടുപിടിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഉള്ള ചാൻസ് കൊടുക്കണമല്ലോ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ചാൻസ് ഞാൻ തരണമല്ലോ. അപ്പോൾ ഈ ഒരു ദിവസത്തോടു കൂടി നമ്മുടെ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് പുതിയ ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിച്ച പഴയ ടോപ്പിക്കൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യാം നല്ല രീതിയിൽ, അല്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, ഒരിക്കലും ഇങ്ങനത്തെ ഹെഡിങ്ങോട് കൂടിയല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ എഴുതിയിട്ടുണ്ടാവും. അതായത് ഈ ഒരു ഇൻകംപ്ലീറ്റ് ഫിഗേഴ്സ് ഒന്നും ഉണ്ടാവില്ല. വിട്ട ഭാഗം പൂരിപ്പിക്കുക, അതിന് മാച്ചായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വായിച്ചിരിക്കാൻ സമയം ഉണ്ടാവില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് പോകാനുള്ള സമയം നിങ്ങൾക്ക് എക്സാം ഹാളിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇനി എനിക്ക് തോന്നുന്നു എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നി. നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതിന് വളരെ ഈസി ആയിട്ട് കിട്ടുമല്ലേ. ഇവിടെ ഒരു സർക്കിള്, ദെൻ ഇവിടെ 4 ഭാഗത്തായിട്ട് എന്തുണ്ട്, ഓരോ ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പാണ്. ദെൻ ഇതിൻ്റെ 4 ഭാഗത്തേക്കും എന്തുണ്ട്, ഓരോ ലൈൻസ് ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെയും വരച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ട്. ഇതിന്
4 ലൈൻസ് ഉണ്ട്. അപ്പം ഈ ഭാഗത്ത് ഇതുപോലെയല്ലേ ഇവിടെയും വരിക അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ഓപ്ഷനിലുള്ളത്. ഓപ്ഷൻ എ അല്ല, ഇതുപോലെയല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇവിടെ വരിക? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരും, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരും, ഇവിടെ നിന്ന് ദെൻ ഇങ്ങനെ ഒരു വര, ദെൻ ഇതല്ലേ ഇത് രണ്ടും കറക്റ്റായിട്ട്, ഇത് രണ്ടും കറക്റ്റായിട്ട് എങ്കിലല്ലേ ഈ ഫിഗർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ അല്ല, കാരണം കറക്റ്റായിട്ടല്ല ഇതിൻ്റെ വര വന്നിരിക്കുന്നത്. ഡയഗണലിൽ നിന്നാണല്ലേ വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല, ഒരു ക്രോസ് പോലെയാണ് വരേണ്ടത്. സോ ഇതല്ല, ഓപ്ഷൻ എ അല്ല ആൻസർ. ദെൻ ഓപ്ഷൻ ബി എന്താണെങ്കിലും അല്ല അല്ലേ, കാരണം അതൊരു ഇൻകംപ്ലീറ്റ് ഫിഗറാണ്. ദെൻ ഓപ്ഷൻ സി ആണല്ലേ ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി അല്ല, ബിക്കോസ് ഓപ്ഷൻ ഡി എങ്ങനെ വരാം? ഇല്ല, അത് വരില്ല, കാരണം അത് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി അല്ല ആൻസർ. എല്ലാവർക്കും ക്ലിയർ അല്ലേ സംഭവം? ഓ, എന്ത് പറ്റി ഇന്ന് ലേറ്റ് ആയത്? സോറി മിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓൾറെഡി നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സാരില്ല, മിസ്സായ ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. എജുവൈബിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ ബെൽ ബട്ടണൊക്കെ അമർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മളുടെ വീഡിയോസൊന്നും കാണാത്തവർ ഈ ഒരു ക്ലാസ്സൊക്കെ തന്നെ ആ ഒരു ചാനലിൽ ഇട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളാരും കരയണ്ട, വിഷമിക്കണ്ട കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ തരാമേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 27. വേഗം ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ ലോജിക്ക് കണ്ടുപിടിച്ചിട്ട് വേഗം ആൻസർ ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 27. Question number 27. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 27 ആൻസർ വേഗം ചെയ്തോളൂ കിട്ടുന്നവർ. പക്ഷെ ഭയങ്കര സ്ലോ ആണ് കേട്ടോ ചാറ്റ് ബോക്സിൽ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ലോജിക്ക് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയമാണോ? ഓക്കെ, കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, വേഗം ചെയ്തോളൂ. വളരെ ഈസി അല്ലേ? അപ്പം എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? എല്ലാവരുടെ ആൻസർ കിട്ടി? എല്ലാവർക്കും ആൻസർ കിട്ടിയെങ്കിൽ നമുക്ക് ആൻസർ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാന്നുള്ളത്, അല്ല ആൻസർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ സംഭവം? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇപ്പം നമുക്ക് പോയാൽ എങ്ങനെയാണ് ആൻസർ, ഇതിൻ്റെ ആൻസർ വരുന്നതെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ദെൻ ഫസ്റ്റ് ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു പിക്ചർ, ക്വസ്റ്റ്യൻ പിക്ചർ അല്ലേ? ഇതിനകത്ത് ഫസ്റ്റ് ഒരു കുറേ കോളംസ് ആയിട്ടുണ്ട് അല്ലേ? എത്ര കോളംസ് ഉണ്ട്? 9 കോളംസ് ഉണ്ട് അല്ലേ ഇതിനകത്ത്? അതിനകത്ത് ഓരോ കോളംസിലും ഓരോ ഫിഗേഴ്സ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഇത് 1 എന്താണ്? ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇതിനകത്തൊരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ തന്നിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റിൽ എന്താ വരുന്നത്? ഈ നടുക്ക് കിടക്കുന്നത് അല്ലേ? ഈ നടുക്ക് കിടക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അല്ലേ? ഈ നടുക്ക് കിടക്കുന്നത് ഫസ്റ്റിലേക്ക് വന്നു. ഇവിടെ ഈ ലാസ്റ്റ് കിടക്കുന്ന ട്രയാങ്കിൾ എന്തായി? ഇങ്ങോട്ട് വന്നു അല്ലേ? ഈ ട്രയാങ്കിളാണ് എങ്ങോട്ട് വന്നിരിക്കുന്നത്? ഈ ട്രയാങ്കിളായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ എന്താണോ ബാലൻസ് ഉള്ളത് അതാണ് സർക്കിൾ അല്ലേ? ബാലൻസ് ഉള്ളത് പോർഷനാണ് സർക്കിൾ. അത് ഇവിടെ വന്നു. അപ്പം അങ്ങനെ ആകുമ്പം നെക്സ്റ്റ് ഇതിൻ്റെ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ കിടക്കുന്ന ട്രയാങ്കിൾ ഇത് ഇവിടേക്ക് വന്നു, ഫസ്റ്റ് വന്നു. നടുക്ക് കിടക്കുന്നത് ഫസ്റ്റിലേക്ക് വന്നു. ദെൻ അതിൻ്റെ നെക്സ്റ്റ് സെക്കൻഡ് ഭാഗം, അതായത് ആ ട്രയാങ്കിളിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് സെൻറ്ററിലോട്ട് വന്നു അല്ലേ? ഓക്കെ, ദെൻ റിമൈനിങ് പോർഷൻ എന്താണോ ഉള്ളത് അതായിരിക്കില്ലേ ഇവിടെ വരിക. ക്ലിയർ ആയോ? അപ്പം ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാണ് ബാക്കി വന്നത് അല്ലേ? ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആയിരിക്കുമല്ലോ അപ്പം ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം അതെവിടെ ഉണ്ടാവുക? യെസ്, ഓപ്ഷൻ സിയിലാണ്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡിയും അല്ല. ഈസി അല്ലേ?
ഓക്കെ. ഹലോ മാം, മൈ നെയിം ഈസ് ലക്ഷ്മി ഗായത്രി, പ്ലീസ് കോൾ മൈ നെയിം എസ് ലക്ഷ്മി ഗായത്രി. ഓക്കെ, ഞാൻ വിളിച്ചിരിക്കുന്നു, പേര് വിളിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചില പേരുകളൊന്നും എനിക്ക് വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അത്രയും സ്പീഡിലായിരിക്കും ചിലപ്പോൾ ചാറ്റ് ബോക്സിലെ കമൻസ് പോകുന്നത്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മളുടെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിന്ന് കവർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്തയിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 28 വളരെ ഈസിയാണ്. വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഇത്ര ഈസി ആയിരുന്നു അല്ലേ? അപ്പം നിങ്ങളുടെ എക്സാം എന്നുള്ളതല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിക്കണത്? ഈസിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം ചെയ്തോളൂ. ഓക്കെ, ഇതിൻ്റെ ആൻസർ ചെയ്യാൻ തുടങ്ങിയോ നിങ്ങൾ? ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 28 ചെയ്യാൻ തുടങ്ങിയോ? ക്വസ്റ്റ്യൻ യെസ്, ചെയ്യാൻ തുടങ്ങിയില്ലേ? വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 28 ഈസി അല്ലേ ഇതൊക്കെ? ഓക്കെ, ലക്ഷ്മി ഗായത്രി നെയിം മാത്രം പറയാതെ ഇതിൻ്റെ മറ്റേ ഓപ്ഷനും കൂടി പറഞ്ഞോളൂ കേട്ടോ. നെയിം മാത്രം അവിടെ ടൈപ്പ് ചെയ്യണ്ട, ആൻസറും കൂടി വേഗം വേഗം ടൈപ്പ് ചെയ്തോളൂ. നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, കിട്ടിയോ ആൻസർ എല്ലാവർക്കും? ഓക്കെ, എല്ലാവരുടെയും ആൻസർ കഴിഞ്ഞോ? അതായത് എല്ലാവരും കമൻറ്റ് ചെയ്യണം, ചാറ്റ് ചെയ്യണം, തീർന്നോ? എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്തു കഴിഞ്ഞു, ആൻസർ ചെയ്തു കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? നമുക്കിത് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പോർഷനാണ് അല്ലേ? അപ്പം ഇവിടെ കുറേ ഒരു പൂവിൻ്റെ ഇതളുകൾ പെറ്റൽസ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഫില്ല് ചെയ്യുക. ഇത്രയും പോർഷനിലുള്ളത് എങ്ങനെ വരിക അല്ലേ? ഇവിടെ ഒരു കംപ്ലീറ്റ് പെറ്റൽ ഇതളുണ്ടാവും അല്ലേ? ദെൻ എന്താണ് ഇവിടെ ഒരു ചെറിയ പോർഷനും കൂടി വരും അല്ലേ? കാരണം ഇതൊരു ഇൻകംപ്ലീറ്റ് ഫിഗർ അല്ലേ ഈ പോർഷൻ ഒരു ഇൻകംപ്ലീറ്റ് ആണല്ലേ? അപ്പം ഇതും കൂടി ഉണ്ടാവും അല്ലേ? ഒരു ചെറിയ പോർഷനും കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻ എവിടെയാണെന്നുള്ളത് കണ്ടെത്തലാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ അതേതായിരിക്കും ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ അല്ല, അത് താഴത്താണ് തന്നിരിക്കുന്നത്. നമുക്ക് എവിടെയാണ് വേണ്ടത്? അപ്പ് പോർഷനിൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ ആണല്ലേ നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഏതാ നമുക്ക് വേണ്ടതോ? അപ്പ് പോർഷനിലാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ബിയും ഡയറക്ഷൻ വേറെയാണ്, അതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ സി താഴത്താണ്, ഇതല്ല. ദെൻ ഈ പോർഷനിലാണ് അല്ലേ? അപ്പ് പോർഷനിലാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കുറേ പേർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29 വളരെ ഈസി ആയിട്ടുള്ള ഒരെണ്ണമാണ്. വേഗം ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 29 വേഗം ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 29 കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 29 Question number 29. Okay. 29 ആൻസർ എവിടെ? ക്വസ്റ്റ്യൻ നമ്പർ 29 ആൻസർ ആണോ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്? ഒന്നും കൂടി ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 29 കുറേ റോങ് ഓപ്ഷൻസ് ആണല്ലോ. എന്ത് പറ്റി? ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ.
കുറേ റോങ് ഓപ്ഷൻസ് ഞാൻ കണ്ടു. സാധാരണ കറക്റ്റ് ആൻസേഴ്സ് ആണ് കൂടുതൽ കാണാറ്, പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചല്ലേ ചെയ്യുന്നത്? ശ്രദ്ധിച്ച് ചെയ്തോളൂ, എങ്കിലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരെണ്ണാണല്ലോ. പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റിക്കുന്നുണ്ടല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 29. ക്വസ്റ്റ്യൻ നമ്പർ 29. റോങ് ആൻസേഴ്സ് കൂടുതലുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യട്ടോ. ശ്രദ്ധിച്ച് ചെയ്യാട്ടോ ആൻസർ. ഓക്കെ, എല്ലാവരുടെ ആൻസർ ചെയ്ത് കഴിഞ്ഞോ? നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഓക്കെ, ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത്. ഇതെല്ലാവരും ചെയ്ത് കഴിയുമെന്ന് തോന്നുന്നു, പക്ഷെ കുറേ റോങ് ആൻസേഴ്സ് ഞാനവിടെ കണ്ടു. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ബട്ട് ഈ പോർഷൻ ആണല്ലേ തരാത്തത്. ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ ഇതാണ്. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണല്ലേ. അപ്പോൾ നമുക്ക് എന്തറിയാം, ഇതിൻ്റെ ആൻസർ ഇത്ര പോർഷൻ ഇല്ലേ? ഇതല്ലേ ഇപ്പോൾ ട്രയാങ്കിൾ ഇപ്പോഴല്ലേ കംപ്ലീറ്റ് ആയത്. അപ്പോൾ എന്താ നമുക്ക് വേണ്ടത്? അതായത് ഒരു ഇതിൽ ഏത് ആൻസർ ആയിരിക്കും വരിക? ഏത് ആൻസർ ആയിരിക്കും വരിക? ഓപ്ഷൻ സി ആയിരിക്കും അല്ലേ വരിക 29. ഓപ്ഷൻ എ വരുമോ? ഓപ്ഷൻ എ അപ്പ് പോർഷൻ അല്ലേ? അതൊരു ട്രയാങ്കിളിൻ്റെ ഈ ഭാഗം അല്ലേ? ഈ ഒരു ഫിഗറിൽ, അതായത് ഈ ഒരു ചതുരം, ഈ ഒരു പോർഷനിൽ ഈ ഓപ്ഷൻ എ എവിടെയാണ് തന്നിരിക്കുന്നത്? ഇവിടെയാണ് തന്നിരിക്കുന്നത് അല്ലേ? പക്ഷെ നമുക്ക് ഈ ഒരു ചതുരത്തിൻ്റെ, അതായത് ഈ ഒരു ഹൈഡ് ചെയ്ത് ഈ ഒരു പോർഷൻ്റെ അടിഭാഗത്തായിട്ടാണ് അല്ലേ നമുക്ക് ശരിക്കും കിട്ടണത് ഈ ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ വരാം? ഓപ്ഷൻ എ അല്ല വരാം, ഓപ്ഷൻ ബി അല്ല വരിക. കാരണം ഇത് എവിടെയായിരിക്കും വരിക? ഈ ഒരു സ്ക്വയറിൻ്റെ ഇവിടെ ആയിട്ടാണ് വരിക അല്ലേ? അതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി മാത്രമാണ് ഈ ഒരു പോർഷൻ്റെ ഈ ഭാഗത്തായിട്ട് വരുന്നത് അല്ലേ? ഈ ഭാഗത്തായിട്ട് വരുമ്പോഴല്ലേ കറക്റ്റ് ഒരു ട്രയാങ്കിൾ ആവണത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി വരുമ്പോൾ ആൻസർ ഇവിടെയാണല്ലേ വരിക? അതല്ല, ഓപ്ഷൻ ഡി അല്ല ആൻസർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ഓപ്ഷൻ സി. ഓക്കെ 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 ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? കുറേ പേര് ഓക്കെ ക്ലിയർ, സോറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. ക്വസ്റ്റ്യൻ നമ്പർ 30 എന്താ? ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 30 കുറച്ച് കൺഫ്യൂഷൻ ആവാനുള്ള ഫിഗേഴ്സൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. തെറ്റിക്കണ്ട, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 30 വേഗം ചെയ്തോളൂ. ഓക്കെ, ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 30 വേഗം ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ചെയ്യുന്നുണ്ടല്ലേ? എന്താണ് നിഷ? ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് ചെയ്തോളൂ. ഈ ഫിഗർ കുറച്ച് ഒരേപോലത്തെ ഫിഗേഴ്സൊക്കെ അവർ തന്നിട്ടുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് സൂം ചെയ്ത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇതിൻ്റെ ആൻസർ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസും കൂടുതൽ ഇതിനകത്ത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഓക്കെ, എല്ലാവരുടെ ആൻസർ ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അല്ല, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ ഇതാണോ അതെയോ വേറെ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. കുറേ പേര് സെയിം ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതാണോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും ആൻസർ തീർന്നു എന്ന് തോന്നുന്നു. ദെൻ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്.
ആദ്യം തന്നെ ഈ ഒരു സർക്കിൾ ഇൻകംപ്ലീറ്റ് ആണ്, ദെൻ അതെന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക അല്ലേ. ഈ ഒരു സർക്കിൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതെന്താ പറഞ്ഞിരിക്കണത്, ഇവിടുന്ന് കറക്റ്റ് സിമിലർ അല്ല ഞാൻ വരച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് അത്ര നന്നായിട്ട് വരയ്ക്കാൻ അറിയില്ലാത്തത് കൊണ്ടായിരിക്കും അത് അങ്ങനെ വന്നത്. ഓക്കെ, ദെൻ എനിവേ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇങ്ങനൊരു ഭാഗം എവിടെയാണ് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 30 അല്ലേ, ഏത് ഭാഗത്തായിട്ടാണ് ഇങ്ങനൊരു ഫിഗർ ഉണ്ടാവുക? അതായത് എൻ്റെ ഇവിടെ കുറച്ച് ഗ്യാപ്പുണ്ട്, പക്ഷെ ഇവിടെ അത്ര ഗ്യാപ്പ് ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ ഒരു ഫിഗറിൽ ഞാൻ വരച്ചതിൻ്റെ ഇതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എന്തില്ല, ഇത്ര ഗ്യാപ്പില്ല, കുറച്ചൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. എന്നാൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് താനും കേട്ടോ, ചെറിയ ഡിസ്റ്റൻസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പം ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ എ അല്ല, കാരണം ഇവിടെ എന്താണ്, ടച്ച് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ. ഈ ഒരു ഇതിൽ ടച്ച് ചെയ്തിട്ടാണ് ആ സർക്കിൾ ഇവർ വരച്ചിരിക്കുന്നത് അല്ലേ. ദെൻ ഓപ്ഷൻ എ ആണോ? ടച്ച് ചെയ്ത് മാത്രമല്ല കേട്ടോ, ടച്ച് ചെയ്തല്ല പ്രശ്നം, ഇവിടെ ഒരു വരയും കൂടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല ആൻസർ. ദെൻ ഓപ്ഷൻ ബി, ഈ ഒരു ഫിഗർ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെറുതായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും, ഇവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് വേണം. അപ്പം നമുക്ക് നോക്കാം വേറെ ഓപ്ഷൻസ്. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ അല്ലാന്ന് നമുക്കറിയാം. ഓപ്ഷൻ സി എന്താണെങ്കിലും അല്ല. ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം. ഓപ്ഷൻ സിയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആണല്ലോ നിങ്ങളുടെ ഒരു പ്രശ്നം. ഓപ്ഷൻ ഡിയിൽ എന്താണ്, ഇത്രയും ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ അത്രയും ഡിസ്റ്റൻസ് ഇവിടെ ഇല്ല. പക്ഷെ ഞാനിപ്പോൾ വരച്ച ഫിഗറിനുണ്ട്, പക്ഷേ ഈ ഫിഗറിന് ആക്ച്വലി ഇത്രയും ഡിസ്റ്റൻസ് ഇല്ല. ഞാൻ വരച്ചതിൻ്റെ കുഴപ്പമാണത്. അപ്പം എങ്ങനെയാ അത് വരയ്ക്കാൻ നോക്കട്ടെ. അപ്പം ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ, ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഈ ഒരു സർക്കിളും എവിടെയും തമ്മിൽ. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ പക്ഷെ ഇത്രയും വലിയ ഡിസ്റ്റൻസ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല ആൻസർ. ഓപ്ഷൻ സി അല്ല എന്ന് ഓൾറെഡി പറഞ്ഞു, ഓപ്ഷൻ എ അല്ല എന്നും പറഞ്ഞു. കാരണം എന്താ, ഇവിടെ ഒരു വരയുള്ളതുകൊണ്ട് ഓപ്ഷൻ എ അല്ല ആൻസർ. ഇതിന് ഏതാ ബാക്കിയുള്ളത്? ഓപ്ഷൻ ബി ആണ് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ ഈ ഒരു ഫിഗറുമായിട്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. കിട്ടിയിരുന്നില്ലേ നിങ്ങൾക്കൊക്കെ? യെസ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 31. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇതല്ല, പക്ഷെ ഓൾമോസ്റ്റ് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വേഗം വേഗം ചെയ്തോളൂ കേട്ടോ. ഓക്കെ, വേഗം വേഗം ചെയ്തോളൂ ഇതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 31 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 31 വേഗം ചെയ്തോളൂ. കിട്ടുന്നുണ്ട് അല്ലേ? ഈസി അല്ലേ മെന്റൽ എബിലിറ്റിയുടെ പേപ്പർ? ഇത്രയും നമ്മൾ ക്ലാസ് എടുത്തത് ഭയങ്കര ഈസി ആയിട്ടുള്ള ടോപ്പിക് അല്ലേ? അതായത് ടോപ്പിക്കല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും വളരെ ഈസിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലേ ഇതിൻ്റെ ആൻസർ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം എല്ലാവരുടെ ആൻസർ തീർന്നെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്ന് തന്നെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ടോപ്പിക്കുമായിട്ടായിരിക്കും വരണ്ടാവുക. ഈ ടോപ്പിക്ക് നമുക്ക് തീർന്നു ഇവിടെ. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാം. അങ്ങനെയാണ്. ഇതെന്താ ഇതിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ആൻസേഴ്സ് തീർന്നു. ഇനി ഞാൻ ചെയ്യാൻ പോവാണേ. നിങ്ങളുടെ ആൻസർ എല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നു. ദെൻ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത്. ദെൻ ഇതെന്താ, ഇവിടെ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ടല്ലേ? ഇവിടെ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യാനില്ലേ? യെസ്, നമ്മളിവിടെ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിനെന്താ ബാക്കിയുള്ളത്? ഇവിടെ ഒരു വരയുണ്ടല്ലേ? യെസ്, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ആയതാണ്. ഇതിന് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനാണുള്ളത്.
ഇതിനെന്തുണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ? യെസ്, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഫിഗർ കംപ്ലീറ്റ് ആയില്ലേ? ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ഫിഗർ ഇവിടെ ഇല്ല അല്ലോ. അതായത് ആ ഒരു ഫിഗറിൽ ആ ഒരു ലൈൻ ഫുള്ളായിട്ടില്ല. ആ ഒരു ലൈൻ എവിടെ വരെ ഉള്ളൂ? ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ഇവിടെ വരെ ഉള്ളൂ ലൈൻ, ഇങ്ങോട്ട് ലൈൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഫിഗറാണ് നമ്മൾ ഈ ഒരു ആൻസർ ഫിഗറിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്തില്ല? ഇവിടെ ഒരു വരയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തല്ല, ഓപ്ഷൻ എ അല്ല ആൻസർ. ഓപ്ഷൻ ബി ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ദെൻ ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു വര ഈ ഡയറക്ഷനിലായി പോയി. പക്ഷെ ആ വര എവിടെയായിരുന്നു വേണ്ടത്? ഇവിടെ ആയിരുന്നു അല്ലേ വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി അല്ല. ഓപ്ഷൻ ഡി. യെസ്, ഇതുപോലെയാണല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എല്ലാവർക്കും? ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വളരെ ഈസിയാണല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 32. ക്വസ്റ്റ്യൻ നമ്പർ 32 വളരെ ഈസി അല്ലേ? വേഗം ചെയ്തോളൂ കേട്ടോ. ഓക്കെ, വേഗം ചെയ്തോളൂ. ആർക്കൊക്കെ കിട്ടുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. വേഗം ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 32. കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 32ന്റെ ആൻസർ നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടോ? ശ്രുതി കറക്റ്റ് ആണോ? ഓക്കെ, നിഷ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവ ആൻസർ അയക്കൂ ഫസ്റ്റ്. നെയിം വായിക്കുന്നതല്ലല്ലോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പക്ഷേ ആൻസർ അയക്കുന്നേ ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ പേര് വിളിക്കാത്തത്. ഞാൻ ആൻസർ അയക്കുന്നവരുടെ പേര് മാത്രമാണ് വായിക്കുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഓക്കെ, അല്ലാതെ വേറെ മെസ്സേജ് അയക്കുന്നവരുടെ ഒന്നും ഞാൻ വായിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യാന്ന്. എങ്ങനെ ഇതിൻ്റെ ആൻസർ ചെയ്യാം? ബാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക അല്ലേ? ദെൻ ഇങ്ങോട്ട് നമ്മൾ ചെയ്യുക. അപ്പം എന്താ വരും? ഒരു ഡയമണ്ട് ഷേപ്പ് വരും അല്ലേ? അപ്പം ഇവിടെ എന്തുണ്ട്? ഒരു സർക്കിൾ ഉണ്ട്. ദെൻ എന്തുണ്ട്? ഇതിൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട് സൈഡിലൊരു സർക്കിൾ ഉണ്ട്. അപ്പം നമുക്ക് ഈ റെഡ് ഇങ്കിൽ അടയാളപ്പെടുത്തിയ ഭാഗമാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കുന്നത് ഓപ്ഷനിൽ നിന്ന്. അപ്പോൾ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ബി അല്ല എന്നുള്ളത് അറിയാം. കാരണം എന്തുണ്ട്? ഇല്ല, ഇവിടെ ഒരു വരയില്ല. പിന്നെ ഈ ഒരു സൈഡിലല്ല അല്ലേ? ഓപ്ഷൻ ബി അല്ല. ദെൻ ഓപ്ഷൻ ഡിയും അല്ല. പിന്നെ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആയിരിക്കുമോ? ഇല്ല, ഓപ്ഷൻ സിയിൽ ഇവിടെ ഒരു സർക്കിൾ, ഇവിടെ ഒരു സർക്കിൾ. ദെൻ റോങ് ആണ്. ഓപ്ഷൻ സി അല്ല. കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളിലും പുറത്തും എന്തുണ്ടാവണം? സർക്കിൾ ഉണ്ടാവണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കുറേ പേർക്ക് കിട്ടിയിരുന്നു കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വെരി ഗുഡ്. ദെൻ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 33. വേഗം ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 33. വേഗം ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 33. വേഗം ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 33. ആൻസേഴ്സ് വന്നു തുടങ്ങി. വെരി ഗുഡ്. ജിസി എന്നാണോ പേര്? ഓക്കെ, ഫസ്റ്റ് ആൻസർ പറഞ്ഞ ആളായതുകൊണ്ടാണ് പേര് വിളിച്ചത്. വെരി ഗുഡ്. ദെൻ വേഗം ചെയ്തോളൂ കേട്ടോ ആൻസേഴ്സ്. നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ദെൻ ആൻസർ കമൻറ്റ് ചാറ്റ് ബോക്സിൽ പറയുക കേട്ടോ.
അപ്പം നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണോ? എത്ര പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു? ചെയ്യാത്തവർ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ ബെൽ ബട്ടണും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കാം. ഓക്കെ, 33 ആൻസർ കുറേ പേര് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. തവണ എല്ലാവരും ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ദെൻ ഇതൊരു കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? യെസ്, ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ കുറേ സർക്കിൾസ് ഉണ്ട് അല്ലേ? ഇവിടെ കുറേ സർക്കിൾസ് ഉണ്ട്. ദെൻ അടുത്ത പോർഷനും കൂടി നമ്മൾ ചെയ്യാം അല്ലേ? അടുത്ത പോർഷൻ ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം, ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. യെസ്, പിന്നെ എന്തും കൂടി ഉണ്ട്, ഇവിടെ ഒരു ലൈനും കൂടി ഉണ്ട് അല്ലേ? യെസ്, ഇപ്പോൾ കംപ്ലീറ്റ് ആയില്ലേ നമ്മുടെ ഫിഗർ? യെസ്, ഇനി ഇത് ഏത് ഓപ്ഷനിൽ നിന്നാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യെസ്, ഇത് ആണോ ഓപ്ഷൻ എ ആണോ? ഫിഗറൊക്കെ കറക്റ്റ് ആണല്ലേ, പക്ഷെ എന്തല്ല ഈ ഡയറക്ഷനിലല്ല, നമുക്ക് ഈ ഡയറക്ഷനിലാണല്ലേ വേണ്ടത്, അപ്വേർഡ് ഡയറക്ഷനിൽ. അപ്പം ഓപ്ഷൻ എ അല്ല ആൻസർ. ഓപ്ഷൻ സി എന്താണെങ്കിലും വരില്ല, ഈ ഫിഗറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദെൻ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ ഡി ആണോ എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലേ ഇവിടെ. ഇവിടെ എന്താണ് ബ്ലാങ്ക് ആയിട്ടുള്ള പ്ലേസ് ആണ്, ഇവിടെ ബ്ലാങ്ക് ആണ്. ദെൻ സെക്കൻഡ് വൺ എന്താണ്, ഒരു സർക്കിൾസ് ഉണ്ട് അല്ലേ ഈ പോർഷനിൽ. ദെൻ ഇവിടെ എന്താണ് സെക്കൻഡ് വൺ, ഇവിടെ സർക്കിൾസ് ഉണ്ടോ? ഇല്ല. ഇവിടെ ആയിരുന്നു അല്ലേ സർക്കിൾസ് വരേണ്ടത് ഓപ്ഷൻ ഡിയിൽ. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല ആൻസർ. യെസ്, ഇവിടെ സർക്കിൾസ് വന്നിട്ടുണ്ട്. ദെൻ ഓപ്ഷൻ ബി ആണ് ആൻസർ. കുറേ കുട്ടികൾക്ക് കിട്ടിയിരുന്നില്ലേ ഓപ്ഷൻ ബി? യെസ്. ദെൻ നെക്സ്റ്റ് വണ്ണിലേക്ക് പോട്ടോ. 34 വേഗം കണ്ടുപിടിച്ചോളൂ കേട്ടോ. ഏകദേശം എന്തുപോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഒരു ചെലന്തി വല പോലെ തോന്നുന്നുണ്ട് അല്ലേ? നന്നായിട്ട് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങളൊക്കെ വേഗം ഏതാണ് ആൻസർ എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. 34 ക്വസ്റ്റ്യൻ നമ്പർ 34 വേഗം ആൻസർ ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 34ന്റെ ആൻസർ വേഗം പറഞ്ഞോളൂ. ഗെയിം നോട്ട് ഓവർ, അതായത് ഗെയിം ഓവർ ആയിട്ടില്ല കേട്ടോ. ആരൊക്കെയാണ് ഗെയിം ഓവർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നത്? അതായത് നമ്മൾ പറഞ്ഞു 45 വരെയാണ്, 45 വരെയാണ് സമയം നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ വേഗം ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 34ന്റെ ആൻസർ കിട്ടുന്നുണ്ടോ? പക്ഷെ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ. 34 ഇത്ര ടഫാണോ? ഇല്ലല്ലോ, വളരെ ഈസിയല്ലോ. ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓവറോൾ കണ്ടിട്ട് ആരും പേടിക്കണ്ട, നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമുക്കിനി നോക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ആൻസേഴ്സ് തീർന്നു എന്ന് തോന്നുന്നു. ഇത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വിട്ട ഭാഗം പൂരിപ്പിക്കുക അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു കേട്ടോ വരേണ്ടത്. ദെൻ പിന്നെ എന്താ ഉള്ളത്, പിന്നെ കുറേ വരകളുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണം അല്ലേ? ആ ട്രയാങ്കിൾ എവിടുന്നാണ് ഫോം ചെയ്യുന്നത്? ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിലോട്ട് പോകണം അല്ലേ? പിന്നെ ഒരു ട്രയാങ്കിൾ എവിടെ ഫോം ചെയ്യണം? ഇവിടുന്ന്. എന്നിട്ടത് ഇവിടം വരെ വരാൻ പാടുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ ഓൾമോസ്റ്റ് ഇതിൻ്റെ ലൈന് അല്ലേ? അപ്പം 2 ട്രയാങ്കിളും 2 ഇങ്ങനെ സർക്കിളിൻ്റെ പകുതി ഭാഗങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? അങ്ങനെ ഉള്ള ഭാഗം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ഓപ്ഷൻ എയിൽ നോക്കുമ്പോൾ അങ്ങനെയല്ല തന്നിരിക്കുന്നത്. 2 ട്രയാങ്കിൾസ് ഓപ്പോസിറ്റ് സൈഡിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല ഇതിൻ്റെ ആൻസർ. ദെൻ ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പോൾ എന്താ, 2 ഇതുണ്ട്. ദെൻ എന്തുണ്ട്, ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓപ്ഷൻ സിയും ഡിയും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. പക്ഷേ ഈ ഓപ്ഷൻ സിയിൽ എന്താ പ്രശ്നം, ഇതിൻ്റെ സൈസ് വൈസും ഡയറക്ഷൻ വൈസും റോങ് ആണ് അല്ലേ? അപ്പം ഓപ്ഷൻ സി അല്ല ഇതിൻ്റെ ആൻസർ. ഇതിന് ഓപ്ഷൻ ഡി ആയിരിക്കുമോ? ഓപ്ഷൻ ഡിൻ്റെയും പ്രശ്നം എന്താണ്, ഡയറക്ഷൻ റോങ് ആണ് അല്ലേ? ഡയറക്ഷൻ മാത്രമല്ല അതിൻ്റെ ആ സർക്കിളിൻ്റെ പൊസിഷനും റോങ് ആണ്.
സോ ഓപ്ഷൻ ഡി അല്ല ഇതിൻ്റെ ആൻസർ. കിട്ടിയിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് ഓപ്ഷൻ ബി ആണെന്ന്? ഓക്കെ ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. കറക്റ്റായിട്ട് ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വസ്റ്റ്യൻ നമ്പർ 35 വേഗം ചെയ്തോളൂ. നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേഗം വേഗം ചെയ്തോളൂ. ഓക്കെ, യെസ് അലൻ, ഞാൻ പേര് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അലൻ ആൻസറൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്, ഞാൻ കാണുന്നുണ്ട് കേട്ടോ ആൻസറൊക്കെ ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇതിന് ഏതാണ് ഇതിൻ്റെ ആൻസർ വരാം? ക്വസ്റ്റ്യൻ നമ്പർ 35ൻ്റെ ആൻസർ ഏതാ വരാം? നന്നായിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ, ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് കണ്ടിട്ട്. ഓക്കെ, കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ആൻസേഴ്സ്? എന്താണ് ചാറ്റ് ബോക്സിൽ ആരും തന്നെ അങ്ങനെയൊന്നും പറയാത്ത, അല്ലെങ്കിൽ നല്ല സ്പീഡിൽ പോകുന്ന ചാറ്റ് ബോക്സ് ആണല്ലോ, എന്ത് പറ്റി? വേഗം ചെയ്തോളൂ കേട്ടോ. ഓക്കെ, കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇപ്പം എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അല്ലേ. എങ്ങനെയാണ് ഇത് ചെയ്യാം? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലൈൻസൊക്കെ നമ്മൾ വരച്ചിടാം അല്ലേ. യെസ്, ഇവിടെ ഒരു ലൈനുണ്ട്, ഇവിടെ ഒരു ലൈനുണ്ട്, then ഇവിടെ ഒരു ലൈനുണ്ട് അല്ലേ. then ഇവിടുത്തെ ഇങ്ങനെ ഒരു ലൈനുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈനുണ്ട്. അത്രയും സ്ക്വയേഴ്സ് ഉണ്ടല്ലേ ഇതിനകത്ത്. നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിൾ, ഒരു ഫോമിലുള്ള ഒരു ചിത്രമാണ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം ഇവിടെ ഈ വശം നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലേ, ഈ വശം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും എന്തുണ്ട്, ഇവിടെയും ഡാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ഡാർക്ക് ചെയ്യാം. പിന്നെ എവിടെ ഡാർക്ക് ചെയ്യേണ്ടത്? ഈ അടിഭാഗത്ത് അല്ലേ, ഇവിടെ കണ്ടോ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗം ഡാർക്ക് ചെയ്യണം. തന്നെ ഏത് ഭാഗമാണ് ഡാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ വെച്ച് നോക്കുമ്പോൾ യെസ്, ഏത് ഭാഗം ഡാർക്ക് ചെയ്യണം? ഇവിടെ അല്ലേ നമ്മൾ ഡാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഡാർക്ക് ചെയ്യണം. ദെൻ നമ്മളെവിടെ ഡാർക്ക് ചെയ്യണം? ഇവിടെ നമ്മൾ ഡാർക്ക് ചെയ്യണം അല്ലേ, കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. യെസ്, ഇങ്ങനെ ഏത് ഫിഗറാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏത് ഫിഗറാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവുന്നത്? ഈ ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ ഫിൽ ചെയ്ത ഭാഗത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഫിഗറാണ് ഉള്ളത്? യെസ്, ഓപ്ഷൻ എ ആണോ? ഇല്ല, ഓപ്ഷൻ എയിൽ എന്താണ്, ഇവിടെ ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട്, അവിടെയല്ല നമുക്ക് വരേണ്ടത് ഈ ലാസ്റ്റ് കോളത്തിലായിരുന്നു അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ. ഇത് ഓപ്ഷൻ ബി അല്ല, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഓപ്ഷൻ ബി അല്ല ആൻസർ. പിന്നെ ഓപ്ഷൻ സി, യെസ് ഇത് കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ. യെസ്, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ ഡി അല്ല, റോങ് ആണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയിരുന്നോ? ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് കിട്ടിയില്ലേ നിങ്ങൾക്ക്? യെസ്, നിങ്ങൾക്ക് ഓപ്ഷൻ സി ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. 43 എന്തിനാണ് കരയണത്? നിങ്ങളെ ഞാൻ വിടൂലോ. 45 ആകുമ്പോൾ നമ്മുടെ ക്ലാസ് തീരും. ദെൻ 35 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിരുന്നോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായോ ക്ലാസ്? ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു തംസപ്പ് ഇട്ടേ, എങ്കിലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. 1 മിനിറ്റ് കൂടി ഉണ്ട്, പേടിക്കണ്ട നിങ്ങൾ. 7:44. അപ്പം ഇനി പുതിയ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ തരണില്ല. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം കേട്ടോ. അടുത്ത ക്ലാസ്സൊന്നും ആരും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം സ്റ്റാർട്ടിങ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുണ്ടാവില്ല. സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തംസപ്പ് ഇടും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഈസി ആയിരുന്നോ ടോപ്പിക്ക്? ടോപ്പിക്കൊക്കെ 15 അറ്റൻഡ് ചെയ്തു. കറക്റ്റ് ആയിരുന്നോ? 15 അറ്റൻഡ് ചെയ്തതും കറക്റ്റ് ആൻസേഴ്സ് ആയിരുന്നോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഓക്കെ,
അപ്പം നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എങ്കിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ഈസി ആവുള്ളൂ. അപ്പം നമുക്കിപ്പം സമയം എന്തായി? സമയം തീർന്നു. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ.